ഇത് എല്ലാവർക്കും അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താന്ന് വെച്ചാൽ നല്ല അടിപൊളി ബീഫ് മന്തി തീറ്റ മത്സരം. കേടികളിലൊക്കെ ഉണ്ട്, കാണിച്ചു കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലെന്ന് പറഞ്ഞ കുറെ പരിഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തോറ്റേനു. കീടികളിലുണ്ട്, അങ്ങനെ കിംബോയുണ്ട്, നന്ദോളിലുണ്ട്, റാവുത്തറുണ്ട്, നമ്മുടെ ബിനീഷ് ബ്രോ ഇല്ല കേട്ടോ. ബിനീഷ് ബ്രോ വരാൻ പറ്റില്ല, പകരം കൊണ്ടാണല്ലേ. അടുത്ത മത്സരം കഞ്ഞിപൊടി മത്സരം, ഒരു ചെമ്പ് കഞ്ഞി പിടിച്ച് പ്രാക്ടീസ് കണ്ടിരിക്കും. പക്ഷെ റാവുത്തർ വിടില്ല, കൊടുക്കൂലേ, പ്രതികാരം ചെയ്തില്ലേ, പകരം വിട്ടു. പുള്ളി ഒരു വട്ടം ജയിച്ച പുള്ളി എന്നെ ആക്കി അല്ല പകരം വിട്ടു, പകരം വീട്ടും. അതുകൊണ്ട് ഇവൻ രാവിലെ ഇന്ന് 101 മുട്ടയും 2 കലം ചോറ് കഴിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. പുള്ളി പൊട്ടിക്കാൻ 2 പ്ലേറ്റ് ചോറ്. എന്തായാലും നമുക്ക് ഒരു അടിപൊളി ബീഫ് മന്തി ഇല്ലേ, നമ്മള് ചിക്കൻ മന്തി നടത്തിയാണല്ലേ. ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് മത്സരത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പം അല്ലെങ്കിൽ നമുക്ക് അവിടെ പോവായിരുന്നു. മഴക്കോളുണ്ട്. എവിടെ വെച്ചാൽ എന്താ ഞാൻ തോക്കും. ഇന്നേലും ജയിക്കളി അവന് വേണ്ടി ജയിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബീഫ് മന്തി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാലസ് റെസ്റ്റോറന്റ് ആണ്. പാലസിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റീസ് എന്നാൽ വെറൈറ്റീസ് ഓഫ് മന്തീസ് ആണ്. മട്ടൺ മന്തി, ബീഫ് മന്തി, ചിക്കൻ മന്തിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പെരി, ബാർബിക്യൂ, കാന്താരി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസും ഉണ്ട്. കൂടാതെ ചൈനീസ് ഡിഷസും അവൈലബിൾ ആണ്. പാലസ് റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര, ചെങ്ങന്നൂർ, പൊടിയാടി എന്നീ സ്ഥലങ്ങളിലാണ്. കൂടാതെ ചെങ്ങന്നൂരിലെ അവരുടെ പുതിയ ഔട്ട്ലെറ്റ് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെങ്ങന്നൂരിലെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് എന്ന് തന്നെ നമുക്ക് പാലസ് റെസ്റ്റോറന്റ് വിശേഷിപ്പിക്കാം. കാരണം 200ഓളം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മാവേലിക്കര, ചെങ്ങന്നൂർ, പൊടിയാടിയിൽ അൽനാദി എന്ന പേരിലാണ് നമ്മുടെ പാലസ് റെസ്റ്റോറന്റ് അറിയപ്പെടുന്നത്. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള മന്തീസും ചൈനീസ് ഫുഡ്സും കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ പാലസ് റെസ്റ്റോറന്റിൽ വിസിറ്റ് ചെയ്യൂ. ഒരു സൈഡിൽ നിന്ന് കഴിക്കാം. വാശിയേറിയ മത്സരമാണ്. ബീഫ് മന്തി മത്സരമാണ്. എന്ത് മത്സരമാണ്? റാവുത്തർ മുന്നിലല്ലേ എപ്പോഴും, തുടക്കല്ലേ. സാർ കേടിയാണ് മുന്നിൽ, പക്ഷെ ഇന്ന് കേടി സൈലനാണ്. തൊട്ടില്ലല്ലോ. എന്താ അതെ എല്ലാരെയും ഹോട്ടലിൽ കഴിക്കാൻ വന്നോ? എന്താടാ കഴിയണോട്? അതെ പേടി ആരെ? റാവുത്തറല്ല, കിംബോയ് തന്നെ തൊട്ടപ്പുറത്ത് നിന്ന് റാവുത്തർ എന്ത് പറ്റി? കഴിഞ്ഞ കളിയുടെ ക്ഷീണം തീർക്കാൻ റാവുത്തർ. പക്ഷേ ഇല്ല, ഏക്കുന്നില്ല. നമ്മളെ കിംബോയ് തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. കിംബോയ് കഴിക്കണ കൂട്ടാ. നന്ദുവളി എന്നാണ്ട് ബീഫ് തൊടാതെ ചോറ് മാത്രം നിർത്തി അവസാന നിമിഷം ബീഫ് സ്ട്രാറ്റജി. എന്താ പറയുന്നത്? മൈനസ് കൊടുക്കും. ഇവിടെ എനിക്ക് ഹോട്ടലിൽ കഴിക്കുന്നതിനെക്കാട്ടിൽ റാവുത്തറും കിംബോയും തമ്മിൽ വാശിയേറിയ മത്സരം. ബിനീഷ് ബ്രോ ഇല്ലാത്തതിന് കയ്യിലെ ഉരുള കാണിച്ച് ആ ഒരു ഉരുള റാവുത്തർ പോലും സാധിക്കത്തില്ല. അതാണ് കിംബോയ്. റാവുത്തർ ഞെരടി കഴിക്കണം. ഞെരടി വലിയ ഉരുളയാക്കിയാണ് റാവുത്തർ. തൊട്ട് പിന്നാലെ 2 പേര് ഇവിടെ മത്സരിക്കുന്നുണ്ട്. കറുപ്പം പണിഞ്ഞ് 2 പേർ. 2 പേരുടെ സൈഡിൽ കിംബോയ്. എനിക്ക് തോന്നുന്നു ചോറിന്റെ കണ്ടിട്ട് കിംബോയ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. റാവുത്തർ വീണ്ടും പിറകിലായിരിക്കണം. റാവുത്തറിനെ നിമിഷം തിരിച്ചു വരാൻ ഗെയിമിലേക്ക്. റാവുത്തർ ഒറ്റ പിടിക്കുള്ളൂ, ഈ ഒപ്പം എത്താൻ പറ്റും. ഇല്ലില്ല, എന്നാലും റാവുത്തർ പിറകിലല്ല. ഞാൻ ഇരുട്ടി ഇത് ഞാൻ വായിലകത്താക്കിയിരിക്കും. ചുമ്മാ പറഞ്ഞാല് കഴിച്ചു കുഴപ്പമില്ല. നമുക്ക്
നമുക്ക് അവിടെ പേടിയിട്ട് തോന്നുന്നു. ഇവിടെയുള്ള പേടിയല്ല, അവിടെ പേടിയിട്ട് എന്താ പ്രശ്നം? പ്രശ്നമില്ലേ? എന്ത് പ്രശ്നം? ശ്രമിക്കുന്നില്ലേ? എന്താ പറ്റില്ലെന്നുണ്ട്. എന്ത് പ്രശ്നം? നിങ്ങളുടെ മത്സരമാണ്. ഓക്കെ, മത്സരം ആവേശകരമായിട്ടിരിക്കുന്നു. മൂലയ്ക്ക് കിംബോയ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ബീഫിന്റെ പീസ് കൂടുതലാണ് കിംബോയുടെ. അവിടെ പീസ് ഇല്ല, അവിടെ പീസ് കുറവാണ്. ഇത്തവണ കനത്ത തിരിച്ചടിയാണ് റാവുത്തർ ഏറ്റുവാങ്ങിയിരിക്കുന്ന. റാവുത്തർ ഇത്തവണയും പരാജയത്തിലേക്ക് കടക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കിംബോയ് ഇത്തവണ കഴിഞ്ഞ തവണ ബിനീഷുറാണ് മലത്തിയടിച്ച്. ഇത്തവണ കിംബോയ്. അണ്ണേ ഇത് ഹോട്ടലല്ല. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ഹോട്ടലല്ല. താങ്കൾ പറഞ്ഞ അതേ ഡയലോഗ് 8 മണി വരെ വെയിറ്റ് ആയി മൊത്തം കഴിച്ചു തീർക്കാം. കിംബോയ് ഇതാ റൈസിൽ മുന്നിൽ കിംബോയാണ്. റാവുത്തർ എന്തെങ്കിലും പറയാനുള്ളൂ? ഇല്ല, തോറ്റെന്ന് പറയത്തില്ല. ഒരു ഹോപ്പ് ഞാൻ കാണുന്നുണ്ട്. ഹോപ്പുണ്ട്. അവസാനം ഇല്ല, ഇതാണ് മത്സരം. കഴിഞ്ഞ കമന്റിൽ വരെ ഉണ്ട് താങ്കൾ തിരിച്ചു വരുമെന്ന്. താങ്കൾ തിരിച്ചു വരും കാത്ത് ഒരു കൂട്ടം ആളുകൾ പുറത്തുണ്ടല്ലേ? ഒരു കൂട്ടം ആൾക്കാർ താങ്കൾ തിരിച്ചു വരും കാത്ത് പുറത്ത് പോയിട്ടുണ്ട്. കിംബോയുടെ വാശിയേറെ മത്സരത്തിൽ കിംബോയ് ലീഡ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. കിംബോയ് ചോറും വെള്ളം കൂടെ വെച്ച് ഇറക്കുന്നുണ്ട്. ചവയ്ക്കുന്നില്ല. ഇല്ലില്ല, റാവുത്തർ ജയിക്കും. കാരണം ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹത്തിനോട് വെയിറ്റിംഗ് ആണ്. അദ്ദേഹത്തെ ഫാൻസ് തിരിച്ചു വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ മത്സരത്തിൽ തിരിച്ചു വന്നില്ലെങ്കിൽ അദ്ദേഹം പിറകിലോട്ട് പിന്നെയും പോകും. അതുകൊണ്ട് ഈ ഏരിയ ഒന്ന് കവർ ചെയ്യണം. നന്ദുവളിയൻ ഇതാ സൈലന്റ് ആയിട്ടിരുന്ന് പകുതി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം റാവുത്തറിന് മേളിലായിരിക്കുകയാണ് റാവുത്തറിനൊപ്പം നന്ദുവളിയൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നന്ദുവളിയൻ ലീഡ് ചെയ്യുന്നു. നമ്മ റാവുത്തർ വീണ്ടും പുറകിലോട്ട് പോകുന്നു. കിംബോയ് ആവേശകരമായ മത്സരത്തിൽ കിംബോയ് വിജയത്തിലേക്ക്. ഞാൻ എന്റെ ലാസ്റ്റ് ഈറ്റിംഗ് ചലഞ്ചാണ്. ഞാൻ ഇല്ല, പറ്റത്തില്ല. നിന്നെയും കാത്തൊരു കൂട്ടം ആളുകൾ പുറകിലുണ്ട്. നന്ദുവളിയൻ തൊട്ട് പിന്നാലെ നന്ദുവളിയ. എന്താണ് ഈ കാണുന്നത്? നമ്മുടെ റാവുത്തർ എനിക്ക് തോന്നുന്നു. റാവുത്തർ എന്താ പ്രശ്നം? അത് പറയാം. എന്താ പ്രശ്നം? അല്ലുപ്പന്റെ വീഡിയോ എടുത്തിട്ടാണ് ഫുൾ കോഴി ഇല്ല. ആര് കഴിച്ചു? നീ കഴിച്ചിട്ടാ കിംബോയ് വിജയത്തിലേക്ക്. കിംബോയ് എവിടെ? നോക്കൂ, തീർത്തു. എന്റെ മോനെ, എനിക്ക് ലവണെന്ന് കണ്ടു. കഴിച്ച് സൈഡിൽ നിന്ന് ഇനി താഴെ വിളിട്ടുണ്ടോ നോക്കട്ടെ. ഇതെവിടുന്ന് സ്റ്റാർട്ടിംഗ് പ്രോബ്ലം എന്തായിരുന്നു? എന്താ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം എന്താ? പേടി ആറിയത് ഇപ്പൊ കഴിക്കാൻ അറിയാം എനിക്ക്. നമ്മൾക്ക് കളിക്കാറല്ലേ ഉണ്ടാക്കോട്ട് വരല്ലേ ഇങ്ങോട്ട് കേട്ടോ. പോ എന്താ നമ്മുടെ റാവുത്തർ കഴിഞ്ഞ വീഡിയോയിലും തോറ്റു, ഈ വീഡിയോയിലും തോറ്റു പറയാത്ത പുള്ളിക്ക് വയ്യ. കണ്ണ് കിട്ടി ഗൈസ്. പക്ഷെ കിംബോയ് അങ്ങനല്ല. കിംബോയ് അവസാന നിമിഷം കിംബോയ് എല്ലാ മത്സരാർത്ഥികളെയും സൈഡിലായിക്കോ നീറ്റ് ആൻഡ് ക്ലീൻ കിംബോയ് വിജയിച്ചു. കിംബോയ് അതുകൊണ്ട് മാത്രം എല്ലാരും സൈഡിലെടുത്തിട്ടോ. സൈഡില അണ്ണ എത്രക്കായി? അണ്ണ എത്രക്കായില്ലേ? അപ്പൊ നമുക്ക് ഇതിന് പറയാനുണ്ട് തോൽവിയെ പറ്റി. ഇതൊക്കെ എന്റെ തോൽവി എന്നല്ലേ അതിൽ പറയണ്ടോ? തോൽവിയിലുണ്ടാകുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ തിരുവിളിക്കരുത്, കളിയാക്കരുത്. ഞാനും എന്താ അല്ലുപ്പിനോടെ പോയി കോഴി കഴിച്ചു തന്നു. ഇല്ല, കഴിച്ചില്ല. ഞാൻ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ ആറ്റിലായിരുന്നു. നീന്തി വിശപ്പെല്ലാം പോയായിരുന്നു. ഇല്ല, വെള്ളം കുടിച്ചായിരുന്നു നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മത്സരം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ കിംബോയ് കുറച്ചേ ഉള്ളൂ, എന്നാലും അവനാണ് കഴിച്ചോളൂ. ഇത്രയും കഴിച്ചിട്ടുണ്ട്, ഇത്രയും കഴിച്ചിട്ടു. ശക്കര ഒരു പിടിക്കുള്ളൂ ഇനി. അത്
പക്ഷെ തന്തോളിയിലുണ്ട് പീസ് വൃത്തിയാണ് അതിന്റെ തീരക്കകത്ത് ഒന്ന് കാണിച്ചു കൊടുത്തേ. എന്തോ ഹൈറ്റ് ഇറക്കി വിടുന്നത് ഇത് കണ്ടോ? മന്തി കൊള്ളാം, നല്ല മന്തിയാ. നമ്മൾ സ്ഥിരം കഴിക്കുന്നില്ലേ? സ്ഥിരം കഴിക്കുന്ന മന്തി. അവിടുത്തെ മന്തി നമുക്ക് നേരത്തോട്ട് അറിയാം, അടിപൊളി മന്തിയാ. ചിക്കൻ മന്തി ഒക്കെ ഇല്ലേ? മട്ടൻ ചിക്കൻ മന്തി കഴിഞ്ഞ പ്രാവശ്യം പൊളിയായിരുന്നു. അത് താങ്കൾ കഴിക്കുന്നതാണ്. എന്തോളം എങ്ങനെയുണ്ട്? സ്ഥിരം കഴിക്കുന്നില്ല നമ്മളവിടുന്ന്. അല്ല സംഭവം അടിപൊളി സൂപ്പറാണ്. സൂപ്പർ. അണ്ണാ എങ്ങനെയുണ്ടോ? ഞാൻ മന്തി കഴിക്കത്തില്ല പൊതുവെ, പക്ഷെ കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ അത്രയും കഴിച്ചത്. ഓക്കെ. മുഖം ഒന്ന് കാണാം ക്ലോസിൽ. തോൽവി കയറുന്ന പരിപാടി. വിജയം തോൽവിയുടെ വിജയം അല്ല തോൽവി വിജയത്തിലേക്കുള്ള പടിയാണ്. വിജയം തോൽവിയിലേക്കുള്ള പടി അല്ല, തോൽവി വിജയത്തിലേക്കുള്ള പടി. തോൽവി വിജയത്തിലേക്കുള്ള ഒരു പടിയാണ്, ചവിട്ടുപടിയാണ്. ഞാൻ അത് കയറിക്കൊണ്ടിരിക്കും. നമ്മുടെ മത്സരത്തിൽ കിം പോയി വീണ്ടും. ഞാൻ വിജയാന്ന് ഞാൻ പറയുന്നില്ല, ചെറുക്കൻ ചോറ് കഴിച്ചിട്ട് വന്നോണ്ടാ. പിന്നെ ഇനി എന്നെ എനിക്കറിയത്തില്ല, എന്നെ കണ്ണു വിജയം വിജയം എന്നെ കണ്ണു വെച്ചത്. അല്ല, നിന്റെ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു പുറകിൽ തിരിച്ചു വരുന്ന, പക്ഷെ തിരിച്ചു വരെ ഇനിയും കാത്തിരിക്കേണ്ടി വരും. നാട്ടിൽ വന്നിട്ട് ഫുഡ് അങ്ങോട്ട് ശരിയാകുന്നില്ല. പക്ഷെ മറ്റേ അന്ന് ബർഗർ കഴിച്ചത്. എനിക്ക് ഇപ്പഴാ ഓർത്തെ ഒരു കൊടി കുത്തിയായിരുന്നു എനിക്കന്ന്. ഞാൻ മറന്നിരിക്കുവായിരുന്നു, കൊടി ഞാൻ മറന്നിരിക്കുവായിരുന്നു. ഇപ്പൊ എന്തോ ബർഗറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കൊടിയുടെ തോൽവി വിജയത്തിലോട്ടുള്ള ചവിട്ടുപടിയാണ്. തോൽവി വിജയത്തിലോട്ടുള്ള ചവിട്ടുപടിയാണ്. നമ്മുടെ തോൽവി വിജയത്തിലോട്ടുള്ള ചവിട്ടുപടിയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ പാലസ് റെസ്റ്റോറൻറ്റ് മാവേലിക്കര ഇപ്പോൾ ചെങ്ങന്നൂരുണ്ട്. ചെങ്ങന്നൂർ വേറെ മന്തി കടകളൊന്നും ഇല്ലല്ലേ? അപ്പം ചെങ്ങന്നൂർ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ പൊടിയാടിയിൽ ഒരെണ്ണമുണ്ട്. മാവേലിക്കര, ചെങ്ങന്നൂർ, അങ്ങനെ കേരളം മൊത്തത്തിൽ പിടിക്കാനാണ് പാലസിൻ്റെ ശ്രമം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മസ്റ്റായിട്ട്. പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ടോ? നമ്മുടെ സ്റ്റുഡിയോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. Q&A വരുന്നുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ സ്റ്റുഡിയോ അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ പണി ബോർഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പറയാത്തത് അല്ലേ? വിജയാണ് മന്തി കഴിച്ച് പേടിച്ചു പോയി. വയ്യ ഗേസ്, ഒരു ഫുൾ കോഴി കഴിച്ചിട്ട് ആശാൻ വന്ന കേട്ടോ. അണ്ട ഇത്രയും കഴിച്ചു ഇല്ലേ? ഒരു കോഴി പ്ലസ് ഒരു ബീഫ്. മന്തി എന്താ പെണ്ണളയാ വിജയം? തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഞാനിപ്പോ ഒരു ചവിട്ടുപടിയും കഴിഞ്ഞ് ചവിട്ടുപടിയും കഴിഞ്ഞ് അങ്ങ് മണ്ടങ്ങി പോയി. ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്